തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസിൽ അതിശക്തനായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം കോൺഗ്രസിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു വി ഡി സതീശൻ. എന്നാൽ ഒറ്റയ്ക്ക് പ്രതിപക്ഷത്തിന്റെ കർത്തവ്യം നിർവഹിച്ച് ഭരണപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകൾക്കെതിരെ ഒറ്റയ്ക്ക് പടപൊരുതി ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ, UDF-നെ വമ്പൻ വിജയത്തിലേക്ക് എത്തിക്കാൻ വി ഡി സതീശന് കഴിഞ്ഞു. ഇതോടുകൂടി കോൺഗ്രസിലെ ഗ്രാഫ് ഉയർന്നത് വി ഡി സതീശന്റേതാണ്. 2010 ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കോൺഗ്രസിനെയും UDF-നെയും മികച്ച വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞ ഒരു നേതാവെന്ന ഖ്യാതിയിലേക്ക് വി ഡി സതീശൻ വളർന്നു. ചുരുക്കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി വി ഡി സതീശൻ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾ കൂടിപ്പോയി എന്നും കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെ ബാധിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ ഒരു ഘട്ടത്തിൽ വി ഡി സതീശനെതിരെ തിരിഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ വി ഡി സതീശന്റെ വീഴ്ച ആഘോഷിച്ചുകൊണ്ട് കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായാൽ മുഖ്യമന്ത്രി കസേര മോഹിച്ചെത്തിയ വലിയൊരു വിഭാഗം നേതാക്കന്മാർ കേരളത്തിലെ കോൺഗ്രസിൽ ഉയർന്നു വന്നു. മറ്റാരുമായിരുന്നില്ല, കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന KC വേണുഗോപാൽ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ 3.5 വർഷക്കാലം കേന്ദ്രത്തിലെ ഇല്ലാതിരുന്ന രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് ഉയർന്നു വന്നത് അത് തന്നെ ഒരു PR വർക്കിന്റെ ഭാഗമാണ് എന്നുള്ളത് വ്യക്തമായി ബോധ്യമായിരുന്നു. അത് പരാജയപ്പെട്ടത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയത്തിലൂടെയാണ്. നിരവധി പ്രതിസന്ധികൾ നേരിട്ടാണ് വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ചത്. പക്ഷേ ഈ വിജയം ഒടുവിൽ വി ഡി സതീശന്റെ വിജയമായി മാറുന്നത് അവിടെയാണ്. ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും, ഇത്രയും ആരോപണങ്ങൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടും, ഇത്രയും മാധ്യമ വിചാരണ നേരിടേണ്ടി വന്നിട്ടും കേരളത്തിലെ പൊതുജനം, കേരളത്തിലെ കോൺഗ്രസുകാർ, കേരളത്തിലെ സാധാരണക്കാർ വി ഡി സതീശനെ വിശ്വസിച്ചു എന്നുള്ളതാണ് ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ തെളിവ് എന്നുള്ളത്. അത് തന്നെയാണ് വി ഡി സതീശന്റെ ഗ്രാഫ് ഉയർത്തുന്നതും. എന്തായാലും ഇനി വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കാനുള്ള എല്ലാ നടപടികളുമായി വി ഡി സതീശൻ മുന്നോട്ട് പോവുകയാണ്. UDF-ന്റെ മുന്നണി വിപുലീകരണം അടക്കം വി ഡി സതീശൻ പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കുകയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള UDF-ലെ മറ്റു പാർട്ടികൾ. കാരണം വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അവർക്ക് വിശ്വാസമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും യോഗ്യൻ വി ഡി സതീശൻ തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. വി ഡി സതീശനെ വെല്ലുവിളിക്കാൻ കേരളത്തിൽ നിലവിലിപ്പോൾ കോൺഗ്രസിൽ മറ്റൊരു നേതാവില്ല. എന്തായാലും വി ഡി സതീശന് അനുകൂലമായി വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത്. വി ഡി സതീശൻ എന്ന നേതാവ് ശരിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വി ഡി സതീശന്റെ പിന്നിൽ കേരളത്തിലെ ജനങ്ങൾ അണിനിരന്നിരിക്കുന്നു. ഇനി മറുത്തൊരു വാക്ക് പറയാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കഴിയാത്ത തരത്തിൽ കേരളത്തിന്റെ ജനകീയ മുഖമായി വി ഡി സതീശൻ മാറുന്നു എന്നുള്ളതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും വലിയ റിസൾട്ട്.